ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാക്രോണി ആയിട്ടാണ് കേട്ടോ. മാക്രോണി കൊണ്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ. സിമ്പിളായിട്ട് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന റെസിപ്പി കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കേട്ടോ, വിശന്ന് വരുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് എണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഈ മാക്രോണി 2 കപ്പ് മാക്രോണിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒട്ടി പിടിക്കും. ഇളക്കിയില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഈ സമയത്ത് ഇട്ട് കൊടുത്താലേ പിടിക്കുള്ളൂ. പിന്നെ ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ എണ്ണ ആഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അവിടെ ഇവിടെ ഒട്ടി പിടിക്കും. ഒന്ന് അടച്ച് വയ്ക്കുക. 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് കുക്കായി കിട്ടും. 5 മിനിറ്റ് വേണ്ട കുക്കാവാൻ, അധികം സമയം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് വെന്ത ഈ മാക്രോണി നമുക്ക് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം ഊറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ ഉണ്ട്. അപ്പോഴേക്കും നമുക്ക് 2 മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പ്, നമ്മൾ മാക്രോണിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഈ മുട്ടയിലും കൂടി ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് അത് മാറ്റി വയ്ക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും മുട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അത് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് പച്ചമുളക്, ഞാൻ 2 പച്ചമുളക് ഇടുന്നുള്ളൂ. എരിവ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചെടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ പൗഡർ, ഇതെല്ലാം കൂടി ഈ സബോള വഴറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഈ പൊടികൾ ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചിട്ടുള്ളതാണ്, അത് ഇതിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി അരിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നന്നായി അതിൽ ഇതാവില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പേസ്റ്റാക്കി ഒഴിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഈ മുട്ട, സ്ക്രാമ്പിൾ ചെയ്ത മുട്ട അതിലേക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആ ഉപ്പ് ഈ സമയത്തൊന്ന് നോക്കണം, ആവശ്യത്തിന് കറക്റ്റ് അല്ലേ നോക്കുക. നമ്മൾ ആ മാക്രോണി ഊറ്റി വെച്ചിട്ടുള്ള അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു കുഴമ്പ് പോലെ നമുക്കായി കിട്ടും, വേറെ എക്സ്ട്രാ വെള്ളം ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വെള്ളം കൂടാതെ നോക്കണേ. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് അളവാണ് കേട്ടോ. നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ആ മാക്രോണി വേവിച്ച വെള്ളം ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എരിവിന് വേണ്ടി കുരുമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മുളകും പൊടിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് ഇടാം, ഓപ്ഷണലാണ്. കുരുമുളക് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. നമ്മൾ മുളകും പൊടി അതിനനുസരിച്ചിട്ടാൽ മതി. കുറച്ച് ഗാർണിഷിന് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാക്രോണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കേട്ടോ. പിന്നെ സ്കൂളൊക്കെ ആകുമ്പോൾ ഒരു ടിഫിനായിട്ട് കൊടുക്കാം, നമുക്കൊരു സ്നാക്സൊക്കെ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. മുട്ടയും കൂടി ഇട്ടത് കൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.